നമ്മളൊരു യാത്ര പോവാണ്. യാത്രയിൽ ആരും കള്ളു നോക്കട്ടെ. സനൽ എന്തെങ്കിലൊക്കെ പറ. സനൽ, ജിത്തു, ഉണ്ണി. നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ബാക്കി ഭാഗം യാത്രയിൽ. ഈ ട്രിപ്പിന് വേണ്ടി സനലി ഇന്നലെ രാത്രി വാങ്ങിയ മാലാണ്. അതോ ട്രിപ്പിന് വേണ്ടി മാത്രം രാത്രി 2 വട്ടം വണ്ടിയാക്കി. നല്ലൊരു മാല വാങ്ങിക്കുന്നത് യാത്ര പോകാനായിട്ട്. നമ്മളെ സാരഥി തിരിച്ചെടുത്തു. ഓക്കെ ഷോപ്പ് ജെൻസ് മോഡ് പുതിയ വീട് 600 ഇതിനൊക്കെ പുതിയ അങ്ങനെയാണ്. നല്ല രസമുണ്ട് ഇവിടെ. താമരശ്ശേരി എത്തിയിരിക്കുന്നു. താമരശ്ശേരി നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാണ്. പെട്രോൾ അടിക്കാൻ കയറ്റി ചെയ്യാം. നല്ല രസമുണ്ട്. എങ്ങനെ ഇതൊക്കെ നല്ല ലുക്കില്ല. എങ്ങനെ വൈഡ് ഉണ്ടല്ലേ? ഈ മരല്ലേ? ഈ മരോ ഇവിടെ കാണുന്ന ഈ മരല്ലേ? ഈ മരത്തിനോട് വലിയ തേനീച്ചൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഒന്നാം വളവ് നമ്മൾ കയറുന്നേ. ഒന്നാം വളവ് കയറിക്കൊണ്ടിരിക്കണേ. അവച്ചിന്റെ പൊരേ പോയി വോയിസ് കേട്ടിട്ട് വ്യൂ നോക്കുക. വ്യൂ അടിപൊളിയല്ലേ? രാവിലെ കൂടി ഇപ്പൊ കൂടി വ്യൂ അടിപൊളി വ്യൂ അല്ലേ? ഇത് നമ്മള് വയനാട് ചുരത്തിന്റെ വ്യൂ ആട്ടത്. ചുരം വയനാട് ചുരം, താമരശ്ശേരി ചുരം, വയനാട് ചുരം. നമ്മള് താമരശ്ശേരി ചുരം. ആനിമൽസ് ഉണ്ടോ? അല്ല നമുക്ക് കട്ടി കേട്ടല്ലോ. ഇതാണ് നമ്മളെ ചുരത്തിന് ഏറ്റവും വലിയ പ്രശ്നമല്ലേ? വലിയ വണ്ടികൾ വരുന്നേരം, വളരെ വലിയധികം വണ്ടികൾ വരുമ്പോൾ ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. പക്ഷെ കിടിലൻ ഡ്രൈവർമാരായിരിക്കും. പക്ഷെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും പൈപ്പ് വണ്ടി വരുന്നുണ്ട്. പൈപ്പ് വണ്ടി ആ വണ്ടി പോയി. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ വളവാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡ്. എന്തായാലും ബാക്കി 9-ാം വളവിൽ എത്തിയെടുക്കല്ലേ ഇനി? വളവിന്റെ ഓരോ നമ്പറില്ലേ? നമ്പർ കാണുമ്പോൾ ഇങ്ങനെ കോൽപ്പെട്ടി പോണ സ്ഥലം. ഈ സൈഡിൽ ഇല്ല, ഈ സൈഡിൽ ഇല്ല. ഡ്രൈവിംഗ് ഒത്തിരി എടുക്കാൻ പോയി. ഇതേതാ രണ്ടാം വളവല്ലത്? രണ്ടാം വളവിലെ വ്യൂ ഇതാണ്. നമ്മുടെ വയനാട് താമരശ്ശേരി ചുരം രണ്ടാം വളവ്. രണ്ടാം വളവിന്റെ വ്യൂ അടിപൊളി വ്യൂ തന്നെ അല്ലേ? തിരിക്കടാ. ഇവിടെ അല്ലേ? ഇവിടെ എല്ലാം ചാടിക്കാൻ ആൾക്കാർ വരലുണ്ട്. ഇത് മൂന്നാമത്തെ എത്തി. ഇത് മൂന്നാമത്തെ ഹെയർപിൻ. ചായ കുടിക്കാൻ വേണ്ടി രാവിലെ 10-300 പെട്രോൾ അടിച്ച് വന്നിട്ട് ഇവിടെ 10 രൂപ ചാടിക്കും. അതാണ് ചെക്കന്മാര്. ആ വൈബ് കേട്ടില്ലേ? സാധനം കേട്ടില്ലേ? അത് നമ്മളെ 4-ാം വളവ്. ഇവിടാണ് എല്ലാവരും കൂടുതൽ വരല്. ഇവിടെ ഈ സ്ഥലത്ത് ആംബുലൻസ് വരലുണ്ട്. അതാക്കുന്ന ആംബുലൻസ്. ഈ ഒരു കാര്യം കണ്ടോ? ഈ ഒരു കാര്യം പറയണം. ഇവിടെ ഇത് കിട്ടില്ല സ്ഥലല്ലേ? ചുരം തട്ടുകട. നമുക്ക് ചർച്ച ചെയ്യാനുള്ളൊരു സാധനമായി. ഒരു ആംബുലൻസ് പോയണ്ടില്ലേ? ആ ആംബുലൻസ് പോയതിനെ പറ്റി എന്താ അങ്ങനെ പറയാനുള്ളത്? ആംബുലൻസ് വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് വേണം. കോഴിക്കോടിന്റെ ഫെസിലിറ്റി ഇല്ല. കാരണം വെച്ചാൽ ഇവിടെ ഇടങ്ങി ചെറിയൊരു ബ്ലോക്ക് പിടിക്കേണ്ടി മൊത്തം ആൾക്കാരും പെടും. കുറെ ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജ് എത്തുമ്പോ എത്രയും സമയം അത്രയും എന്താ പറയാ ഒരു പേഷ്യന്റ് ബുദ്ധിമുട്ടാണ്. അവിടെ എന്തായാലും ഇവിടെ ഒരു അവകാശമാണ്, വയനാട്ടുകാരുടെ അവകാശമാണ്. അത് ഒരാൾക്ക് ഔദാര്യമായിട്ട് കൊടുക്കേണ്ടതല്ല.
അല്ലേ? അല്ല, മറ്റെല്ലാ ജില്ലകളിലും സംഭവം മെഡിക്കൽ കോളേജുകൾ ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ ഈ വയനാട്ടിൽ മാത്രം ഏറ്റവും കൂടുതൽ ആവശ്യം ഇവർക്കാണ്. കാരണം പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയില്ല. മാത്രമല്ല സാധാരണ ആദിവാസികൾ അടക്കമുള്ള ആളുകൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ മസ്റ്റായിട്ടൊരു മെഡിക്കൽ കോളേജ് അതിനുള്ളിൽ വേണം തരും. നമ്മള് താമരശ്ശേരിയോ അല്ലെങ്കിൽ അതെ ഈ മുക്കോ അതിനേക്കാളും ഒരുപാട് വലിയ വലിയ വികസിതങ്ങളാണ് ഇവിടെയുള്ള കൽപ്പറ്റയും മാനന്തവാടിയും ബത്തേരിയും ഒക്കെ. അതെ, നോക്കുകയാണെങ്കിൽ മുക്കത്തിനാണെങ്കിൽ ഒരുപാട് വലിപ്പമുള്ളതാണ്. അത്യാവശ്യം താമരശ്ശേരി വലിയതാണ്. അത്യാവശ്യം ഫെസിലിറ്റി ഒരു ഹോസ്പിറ്റൽ വേണം. മെഡിക്കൽ കോളേജ് അതല്ലെങ്കിലും ഒരു നല്ലൊരു ഹോസ്പിറ്റൽ. നമ്മൾ ഇറങ്ങി പോകാൻ ഒരു കയറി വരുമ്പോൾ തന്നെ നമ്മളൊരു ആംബുലൻസ് കാണുകയും ചെയ്തേക്ക. നമ്മളെപ്പോഴെങ്കിലും കയറി വരുമ്പോൾ നമ്മളെ കാണാണ് ആംബുലൻസിൽ ഇങ്ങനെ നല്ല സ്പീഡ് പോകണം. പിന്നെ പോരാത്തന്നെ പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ താമരശ്ശേരി വരെ ബ്ലോക്ക് ഉണ്ടായില്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഒരു ആംബുലൻസ് കൊണ്ടുപോകണ ഡ്രൈവർമാരെ കഴിവ് തന്നെയാണ് കൂടുതലും ജീവൻ രക്ഷപ്പെടുന്നത്. പിന്നെ ഇവിടെ വളണ്ടിയേഴ്സ് ഉണ്ട് നല്ലോണം അതാട്ടും കൊണ്ട് മാറ്റി കൊടുക്കാനൊക്കെ. എന്നിട്ടും ഇത് ശരിക്ക് അതിനൊന്നൊരു പരിഹാരമല്ല. ഇവിടെ മുകളിലൊരു കോളേജൊക്കെ വരികയാണെങ്കിൽ അത്രയും ഉപകാരമാണ്. ഇതിൻ്റെ അടുക്ക് ബേസിൽ പറഞ്ഞിരിക്കുന്നത്, ബേസിൽ ജോസഫും പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന സാധനമാണ്. രാഷ്ട്രീയം വിട്ട് കാര്യം ചിന്തിച്ച് കാര്യം ചെയ്യണേ. അപ്പം ഞങ്ങൾ കണ്ട സാധനം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. കുരങ്ങൻ സാർ, പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ മാലിന്യം വളരെ വലിച്ചെറിഞ്ഞൊക്കെ നിർത്തുക. അറിയില്ലല്ലോ. എട്ടാമത്തെ ബെൻഡ് എയർപിൻ വളവ് എട്ടാമത്തെ. ഇവിടെ നമ്മൾ കാണുന്ന വ്യൂ ആണ് നോളജ് സിറ്റി. നമ്മൾ ഇവിടെ ഇറങ്ങിയടോ ഏതോ ഒരു വളവിൽ നമ്മൾ ഇറങ്ങിക്കും. ഇവിടെ വളവിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവന്മാർ മൊത്തം. ഒരുത്തൻ ആടുണ്ട്, ഒരുത്തൻ ഇവിടെ ഉണ്ട്, ഇത് രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. ഇത് ഫോട്ടോ എടുക്കണമെങ്കിൽ എനിക്ക് അത് ഒഴിവാക്കണോ? വീഡിയോ ഒഴിവാക്കണോ? ഒഴിവാക്കണ്ടേ? ഒരു മിനിറ്റ് തിരിച്ചാ ചിഹ്നം ഒന്നേടി. റെക്കോർഡിങ് മിസ്റ്റർ അസി ഫോട്ടോത്തിലേക്ക് മാറ്റിയോ? നമ്മൾ പോണ പോക്കെ കാണുന്ന ഒരു കാഴ്ച. അത് ഇതെന്താ സംഭവം അറിയോ? അല്ലേ ഒന്ന് അടുപ്പിക്കോ? അത് എത്തിപ്പോയി 9-ാം വളവ്. ഈ റോഡ് മത്തിയാ കാണാൻ പറ്റും. കല്യാണ പരിപാടി കളവണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ മൂപ്പരെ വിളിച്ചാൽ മതി. ഈ നമ്പറിൽ ജിലേബി, മൈസൂർ പാക്ക്, ഗുലാബ് ജാമ് കല്യാണ വീടുകളിൽ ലൈവായി ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്പർ എടുക്കണ്ടേ? ആ ഗിരിയോ ആരെങ്കിലും ഹെൽപ്പാകട്ടെ. നമ്മള് വയനാട്ടിൽ കയറി പോണ കണ്ട കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ 9-ാം വളവിലെത്താം. 9-ാം വളവ് നമ്മൾ കയറി. ഇനി നമ്മൾ നേരെ റീച്ച് ആവുന്ന 9-ാം വളവിൽ ഇല്ല. കയറി പറയരുത്. ഇങ്ങ ബിരിയാണി ഈ വ്യൂ നോക്കടോ, വ്യൂ നോക്ക്, പൊളിയല്ലേ. അങ്ങനെ നമ്മൾ 9-ാം വളവിൽ എത്തിയിരിക്കുന്നു ഗൂയിസ്. ഇതാണ് നമ്മൾ 9-ാം വളവ്. അങ്ങനെ വയനാട്ടിലേക്ക് നമ്മൾക്ക് വയനാട് ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ ചാത്തനില്ലേ നമ്മളെ എന്തേനു അവിടെ നിർത്തണേ. നമുക്ക് അവിടെ നിർത്തിയിട്ട് ആ വീഡിയോ അങ്ങ് എടുത്തു പോവാം. ചാർജറിന് പ്രശ്നമോ? ഇവിടെ ഏടാണ് സ്ഥലം? സ്ഥലേ ഏടാ സ്ഥലം ഏടാ ഇവിടെ നിർത്തി. ഇനി പോകണ്ട് അവിടെ ഇറങ്ങണം. നമുക്ക് അവിടെ ഇറങ്ങിയ വീഡിയോ എടുത്തു പോവാം. നമ്മളെ വയനാട് ചുരത്തിന്റെ ഉപജ്ഞാതാവിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കരിന്തണ്ടൻ. നിർത്ത്. ആ ഓക്കെ, നമ്മളിവിടെ ഇറങ്ങിയാലേ. അതെ, കഥകൾ പറയാനുള്ളതൊക്കെ കഥ റെഡിയാക്കി ചോട്ടോ. അല്ല ഇവിടെ ഇറങ്ങിയോ? ലക്കിടി ശ്രീ കരിയാത്തങ്കാവ് ഭഗവതി മനീശ്വരൻ കോവിൽ ചങ്ങലയുടെ അമ്മരൻ ക്ഷേത്ര കമ്മിറ്റി എടാ. ഇതാണ് മരവും ചങ്ങലയും. ഇതിന്റെ പുറകിലെ കഥ അറിയോ? ഇദ്ദേഹമാണ് നമ്മുടെ വയനാട്ടിൽ, അതായത് ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള വഴി
ബ്രിട്ടീഷുകാരുടെ കാലത്ത് വായി കണ്ടുപിടിച്ച വയനാട്ടിലേക്കില്ലേ. ഇതാണ് നമ്മളെ കരിന്തണ്ടൻ. ആ സ്റ്റോറി ഇവിടെ തന്നെ ഉണ്ട്. ഇതാക്കണം ആശാന്റെ സ്റ്റോറി ഇവിടെ തന്നെ ഉണ്ട്. കഥ ആക്കുന്ന പോലെ കരിന്തണ്ടൻ സ്മാരകം 1780 1800 കാലഘട്ട ചിപ്പിൽത്തോട് കാടുകൾ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ. താമരശ്ശേരി ചുരത്തിൻ്റെ അത് വീഡിയോ. അങ്ങനെ നമ്മൾ കരിന്തണ്ടൻ സ്മാരകത്തിൽ എത്തി വിടുന്നത്. എല്ലാവരും വേണം ഇതിലേക്ക് വന്ന് നിന്നു. രണ്ട് കൈ കൊണ്ട് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മൂപ്പന്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു. എല്ലാ മാർച്ച് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് കരിന്തണ്ടൻ സ്മൃതിദിന. അടിവാരം പാലമര കാവിൽ നിന്നോ പദയാത്രയായി ചങ്ങലമരം വരെ. ഇതാണ് ആ സ്മാരകം. അദ്ദേഹത്തിൻ്റെ ലുക്ക് തന്നെ പൊളിയാണ്. എല്ലാവരും ഇവിടുന്ന് ആ ഫോട്ടോ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ആ ചുരത്തിലെത്തുന്നേരം ആ ആംബുലൻസിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കായി കുറയും ഇല്ലേ? ആംബുലൻസിൻ്റെ സ്പീഡ് കുറയും. 1 മണിക്കൂർ വേണമെങ്കിൽ കോഴിക്കോട് എത്താൻ. യെസ്. പിന്നെ അതിൻ്റെ അടുക്കുള്ള താമരശ്ശേരി ഹോസ്പിറ്റലാണ്. ഇവിടെ നമ്മൾ യാത്രയാവാണ്. അടുത്ത സ്ഥലത്ത് വെച്ച് പന്നി കറി. പന്നിയുണ്ട്. ഒരു പന്നി ഒരു ബീഫ്. അവിടെ നിന്ന് ഞാൻ ഇവിടെ പറയാം. അവനൊക്കെ ഫസ്റ്റ് പോയി കുത്തിരുന്നേക്കെ. ഉണ്ണി ഫുഡ് കഴിക്കാൻ റെഡി ആക്കിയത് എന്താണ് പറഞ്ഞെല്ലാം വരുമോ? ഇറ്റോ ഏടാ ആടല്ല ഏട്ടാ ഞങ്ങളെ പേരുന്നതിനു സജിത്ത്. ഓക്കെ പണി പടി പോയി. നമ്മളെ ചെക്കനുണ്ട്. ഇത്തോ പറഞ്ഞോ എന്തെന്ന് പറയണ്ട പറഞ്ഞു. ഞമ്മ വേണ്ടി ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയല്ലേ കളി? അതെ. നിങ്ങളെ പേരെന്താ ഇവിടെ? സജിത്ത് എന്നുള്ള ഒരു കോഴിക്കൽ മാത്രമേ ഉള്ളൂ. അറിയപ്പെടും. വണ്ടിയുണ്ട് ചെറിയ. ഏതാ ചെറിയ ലോറി ഉണ്ട്. ചെറിയ ഓട്ടോ. ഇത് ഒരാഴ്ചയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. കുറച്ച് മീൻ ലൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഇട്ട് ബാക്കി വെള്ളം കള്ളപ്പവും കഴിഞ്ഞാൽ പാവുള്ളൂ. കൊണ്ടുവച്ചേക്കത് ഓക്കെ. വലിച്ചോ എന്നിട്ട് നമ്മളെ ബീഫിന്റെ പണിയില് റോഡി വെച്ചാൽ നല്ല തേയിലത്തോട്ടം, നല്ല വ്യൂവും കാര്യങ്ങളും. വണ്ടി ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടാ ഒരാൾ സമ്മതിക്കുന്നൊക്കെ. നമുക്കതിൽ വിഷയമില്ല. കാരണം വെച്ചാല് നമ്മളെപ്പോഴും സപ്പോർട്ടാണ്, പബ്ലിസിറ്റി ആയിരിക്കണം. കാരണം വെച്ചാൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയുള്ളൂ. നമ്മളല്ലാണ്ട് പബ്ലിസിറ്റി ചെയ്യുന്നപ്പോൾ പന്നിയൊക്കെ അങ്ങനെ ഉണ്ടല്ല? പന്നിയൊക്കെ അങ്ങനെ ഉണ്ടല്ല? ഫുഡ് ഉണ്ടാക്കാനോ? ഫുഡ് ഉണ്ടാക്കുന്നത്
ഇതന്നെ വലിയൊരു ഹെൽപ്പല്ലേ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നേ. വൈഫ് ഇവിടെ തന്നെ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ. ഞങ്ങൾ ഏട്ടൊന്നുമില്ലാണ്ട് ഇറങ്ങിയതാണേ, കൃത്യമായിട്ട് പ്ലാനിങ് ഇല്ലാണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോൾ. ഷോപ്പാക്കി വെച്ചാ കഴിച്ചാലോ? തിന്നാൻ അഭിപ്രായം പറയാ. ഇതിപ്പോ ബീഫാണോ? ഞാനാ സപ്ലൈ ഇത് ബീഫല്ലേ? ഇത് സപ്ലൈർ ആയിട്ട് ഒഫീഷ്യൽ ഇരിക്കരുത്. നിങ്ങളുടെ പേര് സ്വീറ്റ് അല്ലേ? അത് വേറെ ഒരു വേറെ പേര് പേര് പറഞ്ഞു. വേറെ പേര് കണക്ട് ചെയ്യാൻ വണ്ടീന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കേസാണ്. എൻ്റെ വണ്ടികളൊക്കെ കണക്ട് ചെയ്യാനാണ്. ലോറി ഉണ്ട്, ടാക്സി ഓടുന്നുണ്ട്, പിന്നെ ഓപ്ഷൻ ഉണ്ട് സ്വന്തം പരിപാടിയായിട്ട്. പരിപാടിക്കൊക്കെ ചിലർ കർത്തിയെന്ന് പറയും, ചിലർ മണിയെന്ന് വിളിക്കും. മണിക്കൂട്ടിനാണ് പേര്. ശരിക്കും പേര് സാധനം കണ്ടോ പറയോ? ഇതാ അടിപൊളിയല്ലേ? വൈത്താടാ സംഭവം സൂപ്പറാണ്. ഇതാ മാറ്റി ഗുൽമാക്കാതെ മാറ്റേ ഗൈസ് കഴിക്കി സൈത്തേട്ടൻ്റെ ഉള്ളപ്പോ എനിക്ക് വേണം. വെള്ളം എടാ വെള്ളപ്പിന് എത്ര എണ്ണം പറയണോ? 6 എണ്ണം കൂടിയാ? ഇത് 3 എണ്ണം ആയിട്ടുള്ള 9 എണ്ണം വേണ്ടേ? ഇതോടാ വെള്ളപ്പം എത്ര എണ്ണം? 3 എണ്ണം. പക്ഷെ എന്താ എന്താ സാധനം പറയും? പന്നി ഇതോടാ കുറച്ച് വെച്ച് ഓക്കെ. ഇതാണ് നമ്മൾ ഫുഡ് ഉണ്ടായി തന്നാണ്. ഇറങ്ങില്ലേ? ഒരാളോട് വരാണ്ടല്ലോ. ഒരാൾ അടിപൊളിയായി. അടിപൊളി ഫുഡ്. അവർക്ക് റംബുട്ടാൻ വേണമെന്ന് വാങ്ങാൻ പോയതാണ്. ഷാജി ആൻഡ് ജിത്തു ഇപ്പം വാങ്ങി വെട്ടാം. നല്ല പെരുമാറ്റല്ലേ അവർക്ക്? മറ്റവന്മാര് 2 മൈരന്മാരാണ്. അവന്മാരാണ് എന്താ അങ്ങനെ ഒന്ന് തിന്നാൻ തരുമോ? അതിന്റെ ബേക്ക് പറിച്ചാൽ തിരോ? എന്ത് തിന്നാൻ കിട്ടിയാലും ആദ്യം സ്റ്റാറ്റസ് എടുത്താ ഞാൻ തരാനില്ലെങ്കിൽ വാങ്ങിക്കൊണ്ടവന്റെ തിന്നാനൊന്നും വയ്ക്കില്ല. ഫോട്ടോ ഇട്ടിട്ട് ഒന്നും അതിന്റെ ബേക്ക് പറിച്ചില്ല. തപ്പടിന്ന് പറിച്ചെന്നാ ബേക്ക് കാണൂല. എന്റെ പണി ഒരു ക്യാമറ റാണിയല്ല ഇനി ഉറുമ്പ് എന്നാ പറയാ. ഇവിടെയോ എന്തെങ്കിലും കൊടുക്കടോ? മാൻ ഹലോ പ്രടാ ക്രൂസ് ഒരു ഷാപ്പുണ്ട്, ഷാപ്പ് കയറി ഷൂട്ടിനെത്തിട്ട് ഷാപ്പ് കയറി ഞാൻ പറഞ്ഞ റെഡി ആട്ടോ. ഓർമ്മയുണ്ട് കപ്പ ബീഫ് അടുത്ത് ഇതിൻ്റെ ഉള്ളിലാണ്. അടുത്ത് പുറത്തേ കട്ടിക്കോ? പള്ളി ഞാൻ
ഇത് നിഷേധിയാണ് ഇത് ഞാനൊക്കെ നമുക്ക് പൂ കാണാം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് പോവാൻ നോക്ക്. എടാ ആദ്യം ആ പൂവേ ഉള്ളൂ ഇവിടെ കാണാൻ. അപ്പുറത്തേക്കുണ്ടോ സിമോനെ ആരാ പറയുന്നത്? ഉണ്ടോ ഉണ്ടോ അങ്ങനെ നമ്മള് എവിടെ എത്തിയപ്പോ ഗുണ്ടിൽപേട്ടെ അങ്ങനെ ഞങ്ങള് ഒരു പൂവ് ഉള്ള സ്ഥലത്ത് എത്തിക്കും. നമ്മൾ ഇറങ്ങി നോക്കാൻ എന്താണ് സ്ഥിതി. പൂവാണ് ഇറങ്ങാം. നായകനുമുണ്ട്. ഞാനും കണ്ടോ. ഇതാണ് നമ്മൾ വന്ന് എത്തിപ്പെട്ട സ്ഥലം. മൊത്തം നല്ല ഫുൾ മഞ്ഞപ്പൂവ്, അതായത് ചെട്ടിപ്പൂവ്. ഫുൾ മഞ്ഞ ചെടി ചെട്ടി. കിട്ടില്ലേ കിട്ടില്ലേ ആ ചെടി അവിടെ പൊട്ടിക്കണ്ടേ? ഔട്ടതിന് വേറെ വയ്യ. വന്തയിടം പട്ടേക്കൾ പല അറിയില്ല. മഞ്ഞപ്പൂ മഞ്ഞച്ചെടി നമ്മളടുത്ത് വേറെ ഇട കൊണ്ടിനി വേറെ വീണ്ട കണ്ടില്ല. നമ്മളിപ്പോ ഗുണ്ടൽപേട്ടയിലുണ്ടായിന്. ഗുണ്ടൽപേട്ട എവിടെ? അപ്പൊ നമ്മളിവിടെ സൂര്യകാന്തി ചെടിയും ചെട്ടിയും അത് കാണാൻ വേണ്ടി വന്നതിനും വന്നല്ല വരുന്ന വരെ വന്ന് ഇവിടെ എത്തി. എന്നപ്പോ ആദ്യം ഇവിടെ അങ്ങനെ ഈ വണ്ടികൾ നിർത്തിയിരുന്ന സ്ഥലത്തൂടി മൊത്തം ഫുൾ പ്ലാസ്റ്റിക് ആണ്. നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇപ്പോൾ ഫുൾ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, വേസ്റ്റ് ഉണ്ട്, സൈഡിൽ കൂടെ ഫുള്ളുണ്ട്. വന്ന ആൾക്കാരാണ് ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് തോന്നുന്നത്. കാരണം കാർ നിർത്തുന്ന സൈഡിൽ കൂടെയാണ് മൊത്തം ഉള്ളത്. വരുന്ന ആൾക്കാർ അതും കൂടി ഇടാണെന്നാൽ മലയാളികളാണ് ഏറെക്കുറെ ഇവിടെ ഉള്ളത് ഫുൾ ഇത് കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചെയ്യാനൊക്കെ അതൊക്കെ യെസ്, അത്രേ ഉള്ളൂ പറയാൻ. ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, മെൻഷൻ ചെയ്തു. ഹലോ, ഇത് ഇന്ത്യപ്പൂർ ടോൾ ഗേറ്റിന് അടുത്തില്ലേ? ഇന്ത്യപ്പൂർ ടോൾ ഗേറ്റിന് അടുത്തുള്ള കാഴ്ചകൾ. ജിമ്മൻ പറക്കുന്നുണ്ട് തകര. അവിടെ അത് നട്ട നല്ലല്ലത് തകരല്ലത്. ജിമ്മൻ തകര വർക്കുന്നുണ്ട്. പ്രോട്ടീൻ വേണ്ടി ജിമ്മൻ തകര വർക്കുന്നുണ്ട്. വളരെ ഔഷധമുള്ള സാധനമാണ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് ഉപ്പേരി വെച്ച് കഴിക്കാൻ പറ്റും. ചെറിയ കറി പോലെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പരിപ്പരയൊക്കെ ഒരു ചെറിയൊരു കയ്പുണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നമ്മളെ ഒരുപാട് കാരണങ്ങളുണ്ട്, അത് മറന്നേ. കാരണം ഓർമ്മയില്ല, മതി ഇനി പറിച്ചോ, ബാക്കി പറിച്ചോ. പറിച്ചോട്ടെ. അല്ല ദം ബിരിയാണി ജിമ്മ വരുന്നുണ്ട്. അല്ല, ഇവിടെ എത്രയേ ഉള്ളൂ. നമ്മൾ വേറെ സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കാം. സ്ഥലം നല്ല ഐഡിയ ഉണ്ടോ? ബന്ദിപ്പൂർ തകര പറിക്കാൻ വന്നാ ബന്ദിപ്പൂരിലേക്ക്. ഓമച്ചേരുന്ന് വണ്ടിക്കൂലി മേടിക്കാൻ തകര പറിക്കാൻ വന്നേക്കാ. പോവ് പോട്ടെടുക്കാന്. ഇനി എന്തിനാ പണി? നായകൻ സനലോ തല്ലി നമ്മള് പൈസ മേടിക്കാൻ വന്ന എന്തിന്? ചെട്ടിപ്പൂ കാണാന്. അങ്ങനെ തകര വെച്ച് വരുന്ന ചെട്ടിപ്പൂവാണ്. എടുത്ത ചാടിക്കാം. നുണ്ണി വണ്ടി നമ്മളൊരു ചായ കുടിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ചായക്കട, മലയാളീസിൻ്റെ ചായപ്പിടിയ എന്നൊരു കട കണ്ടിരുന്നു. ചായക്കട എന്ന് പറഞ്ഞൊരു കട. എന്നാൽ അവിടെ നസീം പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവിടെ കയറിയാൽ നമുക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എവിടെയോ ആണത്, എവിടെയാണെന്ന് എല്ലാം കൂടെ പൂവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്കുള്ള. 57
KL57 ചായക്കട ബിരിയാണി സെന്ററോ? കർണാടക 10. അതുപോലെ ഒരു നെയിം KL10 എന്ന് പറഞ്ഞ ചായക്കട. ഓരോ ഡിസ്ട്രിക്റ്റുകാരും ഇവിടെ ഓരോ തരം കടകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് തിരക്കുണ്ട് ഇവിടെ. ഉടുപ്പിയിലുണ്ട് നമ്മൾ പൂവൊക്കെ കണ്ട് തിരിച്ചു കൊണ്ടുവരാൻ നല്ലൊരു സൺസെറ്റ് കണ്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഒരു ചായ കുടിക്കാം എന്നിട്ട് തിരിച്ചു പോവുക. അതുപോലെ മതി. രണ്ടും നിങ്ങ പേരെന്നെ? ശിവ. പൂവെന്നെ വില? പറിക്കുന്ന ടൈം ആച്ചാ? ನಿಂಬಳ ಕೇರಳದಲ್ಲಿ ಓಣಮಿಲ್ಲ ಇಪ್ಪ ಪೈಲೆ ಕಟಿಂಗ್ ಇನ್ನ ರಾವಲ ಪರ್ಚಿದು ஒரு 300 കിലോ. ഇവിടുന്നാ പോവാണ്? ഇവിടുന്നൊക്കെ പോവാണ്? കിലോ ചെക്കന്മാരുടെ ഉള്ളിൽ പോയെങ്കിൽ മുറിച്ച് പോകും. അവിടെ കുറെ മിസ്സായിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ട്. പൂവ് പോട്ടെടുക്കാന് ഇനി എന്തിനാ പണി? നായകൻ സനലോ തല്ലി നമ്മള് പൈസ മേടിക്കും വന്നെന്തിന്? ചെട്ടിപ്പൂക്കാര് ചെട്ടിപ്പൂ കാണാന്. രണ്ടും നിങ്ങ പേരെന്നെ? ശിവ. ಅದು ಸ್ಥಳ ನಮ್ಮದಲ್ಲ, ಪಾರ್ಟ್ನರ್. പൂവെന്നെ വില? പറിക്കുന്ന ടൈം ആച്ചാ? ನಿಂಬಳ ಕೇರಳದಲ್ಲಿ ಓಣಮಿಲ್ಲ ಇಪ್ಪ ಪೈಲೆ ಕಟಿಂಗ್ ಇನ್ನ ರಾವಲ ಪರ್ಚಿದು ഒരു 300 കിലോ. ഇവിടുന്നാ പോവാണ്? ഇവിടുന്നൊക്കെ പോവാണ്? കിലോ. അപ്പൊ ഇന്ന് ഇറങ്ങിയ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ കുറെ കൃഷികളൊക്കെ കണ്ട്. 35 രൂപയ്ക്കാണ് ഇവർക്ക് ഇവിടുന്ന് കിലോയ്ക്ക് കേരളത്തിലേക്ക് കൊടുത്തയക്കാണ്. 35 രൂപക്കല്ലേ? പുറത്ത് അവിടെ എത്ര വില എന്ന് അറിയില്ല. ഇപ്പൊ 120 രൂപേന്റെ മുകളിലേക്കില്ലേ കിലോന് വരുമ്പോ അത്രയും വരാതി ഉണ്ടാവും. അത് നഷ്ടം ഉണ്ടാവും. ഇതൊക്കെ വലിയ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നതാണ്. 35 കൊടുക്കുന്ന ലാഭകരാണെന്നൊക്കെ അവർ പറയുന്നത്. നഷ്ടമൊന്നും 35 ലാഭമാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്താണെന്ന് അറിയില്ല. ഇനി ചോളം അവിടെ ഇറങ്ങണോ ചോളത്തിലേക്ക്? ഇതല്ലേ ചോളം അറിയുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളൊരു ഒരു മൈൻഡ് നമുക്ക് വരുന്നത്. തീർച്ചയായിട്ടും. ബാക്കി ഓക്കെ. തന്നാല് ഇന്നത്തെ ദിവസത്തിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? വളരെയധികം നല്ലൊരു ദിവസം. ഇതിനെ കുറിച്ച് ബാക്കി ഇത് ചോളത്തിനിടയ്ക്ക് പോകാൻ പറ്റുമോ നോക്കുന്നല്ലേ? ഇത് ചോളല്ല, അത് വേറെന്തോണല്ലോ. ഇത് ചോളം പറിച്ചാന്ന് തോന്നല്ലേ? എന്ത് എന്ത് ചോളോ? വന്ന് ചോളപ്പാടം കണ്ട് എന്തൊക്കെയോ കണ്ട്. യെസ്, നൈസാണ്ട് ഇവിടെ മൊത്തം ടെർമറിക് മഞ്ഞളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി ഇത് സംഭവം ഈ മരം ഇങ്ങനെയുള്ള മരം കവിതയിലൊക്കെ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഒരു മരം, അതിൻ്റെ അടുത്ത് ഒരു കൃഷി, അമ്മ അവിടെ കൃഷി ചെയ്യുന്ന നേരം മോനെ അതിന്റെ മുകളിൽ ഉറക്കി. ഇവിടെ ഇപ്പം ഇവിടെ ഉള്ളേ കേരളത്തില്. അവിടെ നോക്കി ഇതിന്റെ മുകളിൽ കൂടെ നോക്കി ആ മരത്തിനൊക്കെ നോക്കി ശരിക്കും നല്ല രസം കാണാന്. അമ്മ പണിയെടുത്ത സ്ഥലം റോക്കി. അത് ഇഞ്ചിയാണല്ലോ. ഇഞ്ചി അല്ലത് ഇഞ്ചിയാണ്. ഇഞ്ചി അത് ഇഞ്ചിയാണ്. ഇത് മഞ്ഞൾ. ഇഞ്ചി, ഇത് മഞ്ഞൾ, അതിന്റെ അപ്പുറത്ത് വാഴ. ശരിക്കും ഒരു പയറുപ്പേരി വെക്കുന്ന ഒരു പയറുണ്ടാവും നമ്മള്. ഇതൊരു പയറിന്റെ അത്. ഇതോ ഈ പോണതോ? ഇതൊരു പയറാ. ഇത് പയറാ. ഉണ്ടായില്ല. ഒരു തരം സീഡ് ഉള്ളതാണോ ഇവിടെ? ആ അതുണ്ട്. നമ്മളെ നാട്ടിലുണ്ടായിരുന്നു. എന്റെ വീട്ടിന്റെ മുകളിലുണ്ടായിരുന്നു. വേനാട്ടോ അതിന് ഉത്തരവാദി വേനാണൊക്കെ പറഞ്ഞു. ഇപ്പൊ ഉണ്ടായില്ല. അത് നമ്മള് ചെറിയ ബീൻസ് പോലുള്ള ചെറിയൊരു പയർ. ആടെ പോണോന്ന്. പക്ഷെ ആടെ 6 മണിയാകുമ്പോ അടച്ചു പോകുന്നു. ഇപ്പൊ സമയത്ത് 5:59. വിളിക്കോ? 15 കിലോമീറ്റർ. പോകുന്നില്ല. ഞങ്ങള് ഇവിടുന്ന് തിരിച്ച് നടന്നു പോവാണ്. അടിപൊളി വ്യൂ ഒക്കെ കണ്ട് സെറ്റാണ് ഇവിടെ കൃഷി. ഇങ്ങനെ കാണുമ്പോ തന്നെ അറിയാം നല്ല രസമുണ്ട്. അടുത്ത മുന്നിലുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ട്. ഇക്കോ പ്രത്യേകത ഉണ്ടല്ലോ. എന്തിനു പ്രത്യേകത? ഇത് പോവാ ഇതെന്താ സാധനം? ചോളത്തിന്റെ ഫസ്റ്റ് അങ്ങനെ ചോളം
ചോളം, മഞ്ഞള്, ചെട്ടിപ്പൂവ്, പിന്നെ എന്താ സൂര്യകാന്തി, വെണ്ട, മല്ലി. ഈ ഞായറാഴ്ച നമ്മൾ എന്തൊക്കെ ചെയ്ത് നമുക്ക് അറിയില്ല. എല്ലാം വെറുതെ ഇറങ്ങി എന്തൊക്കെയോ കണ്ട് കൃഷി, നേച്ചർ എല്ലാം കണ്ട് നമ്മള് തിരിച്ചു പോവാണ്. ഒരു ചായ കുടിച്ചിട്ട് നാട്ടിലേക്ക്. അപ്പം വീട്ടിൽ പോയിട്ട് നാളെ മുതൽ എന്തെങ്കിലും കൃഷി ഞാനും ആരംഭിക്കാൻ പോവാം. കൊലക്കല്ലേ മോട്ടിവേഷൻ കേറിട്ട് അയാൾ മോട്ടിവേഷൻ ഫുള്ളും കയറി അയാൾ പോയി പുതച്ചും പോയി കിടന്നുറങ്ങിയത്. ഞാൻ പോയിട്ട് നാളെ മറ്റേ ഇത് കാണും. എന്ത് എടുത്ത് വെച്ചേ മറ്റേ ഇതല്ലേ മുരിങ്ങനെ കുറച്ച് സീഡ് വാങ്ങിയിട്ടുണ്ട്. ചീരേനെ ഇത് വിത്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി അതൊക്കെ നടണം. എന്തൊക്കെ വാങ്ങിയെന്ന് പറയുന്നത്? ചീര ഉണ്ട്, അതുപോലെ ഡ്രം സ്റ്റിക്ക് മുരിങ്ങേന്റെ സീഡ് ഉണ്ട്. ഞാൻ നടണം. നമ്മളിപ്പോ ക്ലൈമറ്റ് ഒക്കെ നന്നായി വരികയല്ലേ, ചൂടും കന്നഡ ചോട്ടെ. അങ്ങനെ കൃഷിക്കാരനായി കൃഷിക്കാരനായി ഞാൻ കുറച്ചുകൂടി ഇൻസ്പയർ ആയി ഇവിടെ വന്നപ്പോ. ഇനി ഒന്ന് ഉഷാറാക്കി എടുക്കണോ. ഇവരും അങ്ങനെ ആയിണ്ടാവും. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് ഇനി നാട്ടിലേക്ക്. കുറച്ച് ആൾക്കാർക്ക് നമ്മള് നാട്ടിലെത്തൂല. നല്ല തിരക്കാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ. ഫുൾ മലയാളത്തിൽ തന്നെയാണ് റോഡുമേലുള്ളത്. നമ്മളാ ചെക്ക് പോസ്റ്റ് കടന്ന് നാട്ടിലേക്ക് പോകണം. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണെങ്കിൽ ഒരു ചായയും കുടിച്ചിട്ട് ഇനി ചായ കുടിക്കാൻ പറ്റുന്നവരൊന്ന് കാണാം. ഇതെന്താണോ ഇവിടെ നോക്കി പറഞ്ഞോ. എങ്ങാണ്ട് വാങ്ങി പണി കിട്ടി. സ്കാനർ അങ്ങനെ ഇന്നത്തെ സൺഡേ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഇറങ്ങി. തമിഴ്നാട്, കർണാടക, ഇടക്കോവ് പോയി. അവസാനം നമ്മള് ചെറിയ പോർഷൻ തമിഴ്നാടും ഉണ്ടായിരുന്നു. അങ്ങനെ കർണാടക ഗുണ്ടൽപേട്ട് എത്തി. அது நான் சொல்றேன், தமிழ்நாடு ரொம்ப நல்ல ஸ்தலம். எல்லாமே பார்த்தாச்சு, பூந்தோட்டம் எல்லாமே பார்த்தாச்சு. நல்லா இருக்கு. பாக்கி அண்ணன் சேனல்ல பேசுவாரு. அவங்களுக்கு தெரியும், நிறைய தமிழ் அவங்களுக்கு தெரியும். தளபதி இயக்கம் தமிழ்நாட்டுல பெரிய பெரிய ஆள் அவரு. அவர்கிட்ட கேட்டு பாத்துங்க. അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ തീരാണ്. പോയി ചായ കുടിച്ചും പരിപാടിയെല്ലാം കഴിഞ്ഞ്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. അപ്പൊ എല്ലാരും ബൈ പറഞ്ഞോളി. കാടിന്റെ ഉള്ളിൽ കൂടി ജീവൻ ലാസ്റ്റ് കൂട്ടത്തിൽ പറഞ്ഞു. എന്തായാലും ഞങ്ങള് തിരിച്ചു പോവാണ്. ഒക്കെ എല്ലാം പറഞ്ഞ പോലെ ബൈ.